എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെളിക്കാവ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കൊരു കുഞ്ഞമ്പലമുണ്ട്. ഞങ്ങളുടെ വെളിക്കാവ് അമ്പലത്തിൽ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 9ാം ഉത്സവമാണ്. ഇന്നാണ് ഞങ്ങളുടെ ദേശതാലപ്പൊലി. അപ്പൊ താലം തുടങ്ങുന്നത് അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ താലത്തിന് പോകാൻ വേണ്ടി റെഡിയാകാൻ പോവാ. ഒരു 7:30-8 മണി സമയത്തായിരിക്കും താലം. അപ്പൊ ഞങ്ങള് റെഡിയാകാൻ പോവാ. അങ്ങനെ സാരിയൊക്കെ ഉടുത്തിട്ട് റെഡിയായി. സാരി ഉടുക്കുന്ന ഇച്ചിരി ടാസ്ക് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു വിധത്തിൽ ഉടുത്തു. എനിക്കാണെങ്കിൽ ഈ പൂവ് വെച്ചത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ തന്നെ കെട്ടിയതാണ് ഈ അരളിയും തുളസിയും കൂടെ. ഞങ്ങളിത് വാങ്ങിച്ചിട്ട് കെട്ടിയത്. ഞങ്ങൾ ആദ്യം പിന്നെ കാവിൽ വന്ന് തൊഴുതിട്ട് വേണമല്ലോ, ദേവിയെ കണ്ടിട്ട് വേണം അമ്പലപ്പുഴയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവിയെ കണ്ട് തൊഴുതു. അവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് അമ്പലപ്പുഴയിലോട്ട് വന്നു. അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. തിരക്കാണ്. അപ്പം വണ്ടി കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നതുകൊണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ താലത്തിൻ്റെ എല്ലാം അങ്ങ് ഒരുക്കിയായിരുന്നു. താലം എല്ലാം അവർ നിരത്തി വെച്ചു. അമ്പലത്തിൽ മഹിളാ സമാജം ഉണ്ട് കേട്ടോ. അവരാണ് ഈ താലത്തിൻ്റെ എല്ലാം ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതും ഒരുക്കുന്നതും. അവരുടെ ഇതിലാണ് ഈ താലം വിടുന്നത്, ദേശതാലപ്പൊലി വിടുന്നത്. പിന്നെ ഞങ്ങൾ കുറേ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അരളിയും തുളസിയും ഞങ്ങൾ തലയിൽ വെക്കാൻ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ താലത്തിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം വെച്ച് അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പൂ കണ്ടപ്പോൾ എല്ലാവർക്കും വേണം. അങ്ങനെ ഞങ്ങളുടെ ഇന്ന് എല്ലാവരും വാങ്ങിക്കലൊക്കെ ചെയ്തു. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരുത്തനാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവനടുത്ത് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിളക്ക് കൊളുത്തൽ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം വിളക്ക് അവർ കൊളുത്തി അഷ്ടമംഗല്യത്തിലൊക്കെ കത്തിക്കുക. അതിനുശേഷം നമ്മുടെ താലത്തിലോട്ട് അവർ കത്തിക്കും. ഓരോന്നിലും അവർ കത്തിക്കും, ബാക്കി നമ്മളങ്ങ് കത്തിക്കുക. താലം തെളിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. താലം എന്ന് പറയുമ്പോൾ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. കൂടുതലും താലം ആഘോഷിക്കുന്നത് പെൺപിള്ളേരല്ലേ. പിന്നെ കുറേ വാദ്യോപകരണങ്ങൾ, ശിവനും പാർവതിയും, ചെണ്ട, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാവിൽ താലം ഞങ്ങൾ ഇവിടെ നിന്നുള്ള നാട്ടിലെ പെൺപിള്ളേർക്ക് ഒരു വികാരമാണ്. ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് കുഞ്ഞിലേ തൊട്ട് എടുക്കുന്നത്. കാരണം കുഞ്ഞു പിള്ളേർക്ക് നെൽത്താലമാണ്. അപ്പം ഞാനെപ്പോഴും പറയും നെൽത്താലത്തിൽ തുടങ്ങിയതാണ്. ഇപ്പം നമ്മൾ അരിത്താലത്തിലെത്തിയിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ എടുക്കുകയല്ലേ, അങ്ങ് മുടക്കാറില്ല കാവിലെ താലം. പിന്നെ സാരി എടുക്കൽ, ഡ്രസ്സ് തയ്ക്കൽ, സ്റ്റിച്ച്, അതൊക്കെ പണ്ട് മുതലേ ഞങ്ങൾക്ക് ഒരു ഹരമായിരുന്നു. എൻ്റെ സാരി SME നിന്ന് വാങ്ങിച്ചു കേട്ടോ. നല്ല വിലക്കുറവുള്ള സാരിയാണ്. 400 സംതിങ് രൂപയായുള്ളൂ. ഒറ്റ പ്രാവശ്യത്തെ യൂസ് അല്ലേ, അതുകൊണ്ട് ഞാൻ കുറഞ്ഞ സാരി വാങ്ങിച്ചു. കുറഞ്ഞ സാരിയാണെങ്കിൽ നല്ല സാരിയായിരുന്നു. ഇതിനൊക്കെ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നത് ഹരിത എന്ന് പറഞ്ഞിട്ടൊരു മോളാട്ടോ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുകയും ചെയ്തു. പിന്നെ താലം ഞങ്ങൾ അമ്പലത്തിൽ കയറിയപ്പോൾ വാവ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് വന്നു. വാവയും കൊണ്ട് അവർ വന്നില്ല, അവർ ഡയറക്റ്റ് അമ്പലത്തിലോട്ട് വന്നു. വാവ പിന്നെ അമ്മയെ കണ്ടു, അമ്മയുടെ അടുത്തൊക്കെ ചെന്നു. പിന്നെ ഞങ്ങൾക്ക് താലത്തിൻ്റെ കൂടെ വെക്കണ പഴമുണ്ട്, അത് നമുക്ക് ഇങ്ങനെ തിരിച്ചു തരാം. ഞങ്ങൾ പഴമൊക്കെ കഴിച്ചു. പിന്നെ അടുത്തത് പള്ളിവേട്ടയാണ്. പള്ളിവേട്ട എന്ന് വെച്ചാൽ 9ാം ഉത്സവത്തിന് ദേവീനെ ഉറക്കുന്നൊരു ചടങ്ങാണ്. വേടം വന്ന് പള്ളിവേട്ട കണ്ടിട്ടാണ് ദേവി ഉറങ്ങുക എന്നാണ് പറയണത്. അപ്പം ഞങ്ങൾ പള്ളിവേട്ടയും വേടനെയൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ തുള്ളാൻ പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ആരെ ഏൽപ്പിക്കാനും പറ്റില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ തുള്ളുന്ന വീഡിയോ കേട്ടോ ഇത്. അപ്പം 9ാം ഉത്സവത്തിൻ്റെ താലത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.